ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 60-ാം അധ്യായം സൂറത്തുൽ മുംതഹിനയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 10 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 11-ാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. وإن فاتكم شيء من أزواجكم إلى الكفار فعاقبتم فآتوا الذين ذهبت أزواجهم مثل ما أنفقوا واتقوا الله الذي أنتم به مؤمنون. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, സത്യവിശ്വാസികളോട് അള്ളാഹു പറയുകയാണ്, മുഹാജിറുകളായിക്കൊണ്ട് അഥവാ പാലായനം ചെയ്തുകൊണ്ട് സത്യവിശ്വാസിനികൾ അഥവാ സ്ത്രീകൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അവരെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം, അവരെ മടക്കി അയക്കരുത്. സത്യവിശ്വാസിനികളാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരെ ആ ഒരു അവിശ്വാസികളുടെ നാട്ടിലേക്ക് തിരിച്ചയക്കരുത്. മാത്രമല്ല, അവർക്ക് നിങ്ങൾ മഹർ നൽകുകയാണെങ്കിൽ അവരെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് അഥവാ അവിശ്വാസികളായിക്കൊണ്ട് ആ സ്വദേശത്ത് കഴിയുന്ന നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് നിങ്ങൾ നൽകിയ മഹറുകൾ തിരിച്ചു വാങ്ങാം. അതുപോലെ ഈ പാലായനം ചെയ്തു വന്ന ഈ സത്യവിശ്വാസിനികൾ അവരുടെ സ്വദേശത്തുള്ള അവിശ്വാസികളായ ഭർത്താക്കന്മാർക്ക് അവർ നൽകിയ മഹറുകളും തിരിച്ചു കൊടുക്കണം. മാത്രമല്ല, അള്ളാഹു ഈ കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് നിയമമായിട്ടാണ്. അള്ളാഹു വളരെയധികം സർവജ്ഞനാണ്, യുക്തിമാനാണ്, അഗാധജ്ഞനാണ്. ഈ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത്. ശേഷം അള്ളാഹു പറയുകയാണ്, വഇൻ ഫാത്തക്കും ഷൈഉം മിൻ അസ്വാജിക്കും. വഇൻ ഫാത്തക്കും, ഫാത്ത എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു, പാഴായി എന്നൊക്കെയാണ്. അത് മാളിയായ പദമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. ഫാത്തക്കും, കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്. അപ്പോൾ ഫാത്തക്കും നിങ്ങൾക്ക് നഷ്ടമായി, നിങ്ങൾക്ക് പാഴായി. അതിൻ്റെ മുമ്പിൽ ഇൻ എന്നുണ്ട്, ഷർത്തിന് വേണ്ടിയിട്ടാണ്, എങ്കിൽ എന്നർത്ഥം. ഇൻ ഫാത്തക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എങ്കിൽ, നിങ്ങൾക്ക് നഷ്ടമായി എങ്കിൽ, നിങ്ങൾക്ക് പാഴായിപ്പോയി എങ്കിൽ. അതിൻ്റെയും തുടക്കത്തിലൊരു വാവുണ്ട്, അത് ഇസ്തിനാഫിയുടെ വാവാണ്. പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല, അല്ലെങ്കിൽ എനി എന്നൊക്കെ അർത്ഥം കൊടുക്കാം. കാരണം ഒരേ കാര്യങ്ങൾ, ഒരേ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോരുന്ന സമയത്ത് അതിനിടയിൽ വേറെ വേറെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും തുടക്കത്തിൽ കൊടുക്കുന്ന ഒരു ചേർച്ചയ്ക്ക് വേണ്ടി കൊടുക്കുന്ന വാവാണ് ഇസ്തിനാഫിയുടെ വാവ്. അപ്പോൾ ഇവിടെ എനി എന്നുള്ള അർത്ഥം വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരർത്ഥവും കൊടുക്കാതിരിക്കാം. വഇൻ ഫാത്തക്കും, ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എങ്കിൽ, നഷ്ടമായി പോയി എങ്കിൽ, പാഴായി പോയി എങ്കിൽ. ഷെയ്ഉൻ, ഷെയ്ഉൻ എന്ന് പറഞ്ഞാൽ വല്ലതും, എന്തെങ്കിലും, അല്ലെങ്കിൽ ആരെങ്കിലും, വല്ലവരും. മിൻ അസ്വാജിക്കും, അസ്വാജ് എന്നുള്ളത് സൗജ്, സൗജത്ത് എന്നീ പദങ്ങളുടെ ബഹുവചനാണ്. സൗജ് എന്ന് പറഞ്ഞാൽ ഇണ. ഇണ എന്ന് പറയുമ്പോൾ അത് ഭാര്യയാവാം, ഭർത്താവാം, സൗജ്. പക്ഷേ സൗജത്ത് എന്ന് സ്ത്രീലിംഗ രൂപത്തിൽ പറയുമ്പോൾ അത് ഭാര്യയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ ഭാര്യ, ഭർത്താവ് എന്നുള്ള പദപ്രയോഗങ്ങളില്ല, സൗജ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സൗജ്, സൗജത്ത്. സൗജ് എന്ന് പറയുമ്പോൾ ഇണ, എന്നാൽ സൗജത്ത് എന്ന് പ്രത്യേകിച്ച് അവസാനത്തിൽ താ ചേർത്ത് സ്ത്രീലിംഗ രൂപത്തിൽ പറയുകയാണെങ്കിൽ അത് ഭാര്യയാണ് ഉദ്ദേശിക്കുന്നത്, സൗജത്ത്. ഈ സൗജത്ത് എന്നുള്ളതിൻ്റെയും സൗജ് എന്നുള്ളതിൻ്റെയും ബഹുവചന രൂപം അസ്വാജ് എന്നാണ്, ഇണകൾ. ഇവിടെ ഭാര്യമാർ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് വന്നിട്ടുള്ളത്, അത് പിന്നീട് നമുക്ക് പറയാം. അപ്പോൾ മിൻ അസ്വാജിക്കും, അസ്വാജ് ഭാര്യമാർ, കും നിങ്ങളുടെ. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, അസ്വാജിക്കും നിങ്ങളുടെ ഭാര്യമാർ, മിൻ അസ്വാജിക്കും നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്. ഷെയ്ഉൻ മിൻ അസ്വാജിക്കും നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് വല്ലവരും. ഇലിൽ കുഫാരി, ഇത് കഴിഞ്ഞ ആയത്തിലും വന്നിട്ടുണ്ട്. കാഫിർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് കുഫാർ. കാഫിർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധി, അവിശ്വാസി എന്നൊക്കെ അർത്ഥം.
അതിൻ്റെ ബഹുവചനം കുഫാർ, അവിശ്വാസികൾ, സത്യനിഷേധികൾ. ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, ഇലൽ കുഫാരി, സത്യനിഷേധികളിലേക്ക് അല്ലെങ്കിൽ അവിശ്വാസികളിലേക്ക്. അപ്പോൾ അതുവരെയുള്ള ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയുമ്പോൾ വ ഇൻ ഫാത്തക്കും ഷെയ്ഉം മിൻ അസ്വാജിക്കും ഇലൽ കുഫാരി, സത്യനിഷേധികളുടെ അടുത്തേക്ക് പോയ കാരണം കൊണ്ട് നിങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ നിന്ന് വല്ലവരും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എങ്കിൽ, നിങ്ങൾക്ക് പാഴായിപ്പോയി എങ്കിൽ, ഫ ആഖബത്തും, ഫ അത് അത്ഫിൻ്റെ ഫ ആണ്. അങ്ങനെയുള്ള ഫ വരുമ്പോൾ ആ തുടക്കത്തിലുള്ള ഇൻ ഇവിടേക്കും ബാധകമാണ്. ശരിക്കും അവിടെ ഫ ഇൻ എന്നെഴുതിയ പോലെ ഉണ്ടാവുക, എങ്കിൽ എന്നുള്ളൊരർത്ഥം അവിടെ വരും. ആഖബ എന്ന് പറഞ്ഞാൽ അനന്തര നടപടി സ്വീകരിച്ചു അല്ലെങ്കിൽ ഊഴം ലഭിച്ചു എന്നൊക്കെയാണ്. ആഖബത്തും, നിങ്ങൾ അനന്തര നടപടി സ്വീകരിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഊഴം ലഭിച്ചു. ഫ ആഖബത്തും, അപ്പോൾ ആ ഫ എന്നവിടെ വരുന്നതോടുകൂടി അത് അത്ഫിൻ്റെ ഫ ആയതുകൊണ്ട് ഇൻ എന്നുള്ള അർത്ഥം, ആ തുടക്കത്തിൽ പറയുന്ന ആ ഇൻ എന്നുള്ളത് ഇങ്ങോട്ടും ബാധകമാവും. അപ്പോൾ ഫ ആഖബത്തും, ഫ എന്നിട്ട്, ആഖബത്തും നിങ്ങൾ അനന്തര നടപടി എടുത്താൽ അല്ലെങ്കിൽ എന്നിട്ട് നിങ്ങൾക്ക് ഊഴം ലഭിച്ചാൽ. ഫ ആത്തുൽ ലസീന ദഹബത്ത് അസ്വാജുഹും, ഫ അത് ഫ ഉൽ വാഖയാണ്. അവിടെ ആ തുടക്കത്തിലുള്ള ഇൻ എന്നുള്ള നിബന്ധന വന്നപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം പിന്നീട് അതിൻ്റെ ഒരു മറുപടി ജവാബ് തുടങ്ങുന്ന സ്ഥലത്ത് കൊടുക്കുന്ന ഫ ആണ്. ഫ എന്നാൽ ആത്തൂ നിങ്ങൾ കൊടുക്കുക, ആത്താ കൊടുത്തു അല്ലെങ്കിൽ നൽകി, ആത്തി നീ കൊടുക്ക്, നീ നൽക്. ഒരാളോട് പറയുമ്പോൾ, കൽപ്പിക്കുമ്പോൾ. കുറേ പേരോട് പറയുമ്പോൾ ആത്തൂ നിങ്ങൾ കൊടുക്കുവീൻ, നിങ്ങൾ നൽകുവീൻ. ഫ ആത്തൂ എന്നാൽ നിങ്ങൾ കൊടുക്കുക, എന്നാൽ നിങ്ങൾ നൽകുക. ആർക്കാ നൽകേണ്ടത്? അല്ലസീന ദഹബത്ത് അസ്വാജുഹും, അല്ലസീന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കൂട്ടർക്ക്. ദഹബത്ത്, ദഹബ എന്ന് പറഞ്ഞാൽ പോയി, അത് സ്ത്രീലിംഗമാക്കാൻ വേണ്ടിയിട്ട് ദഹബത്ത് എന്ന് ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ് ദഹബത്ത് എന്ന് സ്ത്രീലിംഗമാക്കാൻ വേണ്ടി ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ അതിന് ശേഷം വരുന്നത് അസ്വാജുഹും എന്ന സ്ത്രീലിംഗ പദമായതുകൊണ്ടാണ്. അപ്പോൾ അസ്വാജ് എന്ന് നേരിട്ട് കണ്ടാൽ അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് മനസ്സിലാവില്ല, ഇണകൾ എന്നേ അർത്ഥമുള്ളൂ. പക്ഷേ അതിൻ്റെ തൊട്ട് മുമ്പ് ദഹബത്ത് എന്ന് ആ ഒരു ക്രിയ സ്ത്രീലിംഗമാക്കിയതുകൊണ്ട് ഈ അസ്വാജ് സ്ത്രീലിംഗമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഭാര്യമാർ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വന്നത്. അസ്വാജുഹും അവരുടെ ഭാര്യമാർ, സൗജ് ഇണ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ്, അസ്വാജ് ഇണകൾ, ഇവിടെ ഭാര്യമാർ എന്നർത്ഥം. അസ്വാജുഹും അവരുടെ ഭാര്യമാർ, ദഹബത്ത് അസ്വാജുഹും അവരുടെ ഭാര്യമാർ പോയി. അതിൻ്റെ മുമ്പിലാണ് അല്ലസീന വന്നത്, അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ എന്ന് പറയും. അപ്പോൾ ആരുടെ ഭാര്യമാരാണോ പോയത് അക്കൂട്ടർ. ഫ ആത്തൂ അപ്പോൾ നിങ്ങൾ നൽകുക, എന്നാൽ നിങ്ങൾ കൊടുക്കുക. അല്ലസീന ദഹബത്ത് അസ്വാജുഹും ആരുടെ ഭാര്യമാരാണോ പോയത് അക്കൂട്ടർക്ക്, അവർക്ക് നിങ്ങൾ കൊടുക്കുക. എന്താണ് കൊടുക്കേണ്ടത്? മിസ്ല പോലെ, മിസ്ല എന്ന് പറഞ്ഞാൽ പോലെ. മാ അംഫഖു അംഫഖ ചെലവഴിച്ചു, അംഫഖൂ അവർ ചെലവഴിച്ചു. മാ എന്ന് പറയുമ്പോൾ അത് എന്നുള്ളൊരർത്ഥം കിട്ടും. മാ അംഫഖു അവർ ചെലവഴിച്ചത്, അവർ ചെലവഴിച്ചു എന്നുള്ളതിൻ്റെ കൂടെ അത് എന്ന് പറയുമ്പോൾ അവർ ചെലവഴിച്ചത്. മിസ്ല മാ അംഫഖു അവർ ചെലവഴിച്ചത് പോലെ. അപ്പോൾ അവർ ചെലവഴിച്ചത് പോലെ ഉള്ളത് നിങ്ങൾ അവർക്ക് കൊടുക്കുക എന്നർത്ഥം. വത്തഖുല്ലാഹ പിന്നീട് വീണ്ടും ഒരു കാര്യം കൂടെ, മറ്റൊരു കാര്യം പറയാണ്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലുള്ള വാവ് ഇസ്തിനാഫയുടെ വാവ്, അതിന് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല, അല്ലെങ്കിൽ എനി എന്നുള്ള അർത്ഥമൊക്കെ കൊടുക്കാം. ഇത്തഖൂ, ഇത്തഖ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത പാലിച്ചു അല്ലെങ്കിൽ സൂക്ഷിച്ചു. ഇത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുവീൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവീൻ. ആരെയാണ് സൂക്ഷിക്കാൻ പറയുന്നത്? ഇത്തഖുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ. ആ വാവിന് അത്ഫിൻ്റെ വാവിൻ്റെ രൂപത്തിലും അർത്ഥം കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള അർത്ഥം കൊടുക്കാം. ഇസ്തിനഫയുടെ വാവാകുമ്പോൾ വത്തഖുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ആ അള്ളാഹു എങ്ങനെയുള്ള അള്ളാഹുവാണ്? അല്ലസീ അൻതും ബിഹി മുഅ്മിനൂൻ, അല്ലസീ അങ്ങനെയുള്ളവനായ അല്ലെങ്കിൽ അങ്ങനെയുള്ളവൻ, ആ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുകയാണ്. അൻതും നിങ്ങൾ, ബിഹി ബി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം, ഹി എന്ന് പറഞ്ഞാൽ അവൻ, ബിഹി അവനിൽ. അപ്പോൾ അൻതും ബിഹി നിങ്ങൾ അവനിൽ, മുഅ്മിനൂൻ ആമന വിശ്വസിച്ചു,
മുഅ്മിൻ വിശ്വാസി, മുഅ്മിനൂൻ വിശ്വാസികൾ, വിശ്വസിക്കുന്നവർ. അപ്പോൾ ഇവിടെ അല്ലസീ അങ്ങനെയുള്ളവനായ അള്ളാഹു, എങ്ങനെയുള്ളവനായ അള്ളാഹു, അൻതും നിങ്ങൾ, ബിഹി അവനിൽ, മുഅ്മിനൂൻ വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾ ആരിലാണോ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നവനായ ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയാം. വഇൻ ഫാത്തക്കും ഷൈഉം മിൻ അസ്വാജിക്കും ഇലൽ കുഫാരി, നിങ്ങളുടെ ഭാര്യമാരിൽ വല്ലവരും അവിശ്വാസികളിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാഴായിപ്പോയി എങ്കിൽ, ഫആഖബത്തും എന്നിട്ട് നിങ്ങൾ അനന്തര നടപടിയെടുത്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഊഴം ലഭിച്ചാൽ, ഫആത്തുല്ലസീന ദഹബത്ത് അസ്വാജുഹും മിസ്ലമാ അൻഫഖൂ, ആ ഭാര്യമാർ നഷ്ടപ്പെട്ടവരായ, ഭാര്യമാർ പോയവരായ അക്കൂട്ടർക്ക് അവർ ചെലവഴിച്ചതുപോലെയുള്ളത് നിങ്ങൾ നൽകുവീൻ, നിങ്ങൾ കൊടുക്കുക. വത്തഖുല്ലാഹല്ലസീ അൻതും ബിഹി മുഅ്മിനൂൻ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇതാണ് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം. ഇനി നമുക്ക് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. ഇവിടെ അള്ളാഹു പറയുകയാണ്, വഇൻ ഫാത്തക്കും ഷൈഉം മിൻ അസ്വാജിക്കും ഇലൽ കുഫാരി, അവിശ്വാസികളിലേക്ക് പോയിട്ട് നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് വല്ലവരും നിങ്ങൾക്ക് നഷ്ടമായി പോയി എങ്കിൽ, നിങ്ങൾക്ക് പാഴായി പോയി എങ്കിൽ. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇപ്പോൾ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുറേ മുസ്ലിങ്ങളും മദീനയിലാണ്. അവർ ഹിജ്റ പോകുന്നതാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതാണ്, അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട്. അങ്ങനെ ആ ഒരു രൂപത്തിൽ മദീനയിലെത്തിയപ്പോൾ ഈ മദീനയിലുള്ള ഈ മുഹാജിറുകളുടെ, സത്യവിശ്വാസികളായ പുരുഷന്മാരുടെ പല ഭാര്യമാരും, പലരുടെയും ഭാര്യമാർ ആ നാട്ടിലാണുള്ളത്, മക്കയിലാണുള്ളത്. അവർ അവിശ്വാസിനികളാണ്, അവരിങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ അവരെ നഷ്ടപ്പെട്ടു. കാരണം തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞു, ഇനി അവരെ അനുവദനീയമല്ല, അവരെ നിങ്ങൾക്ക് ഭാര്യമാരായി കാണാൻ പറ്റൂല, അവർ അവിശ്വാസിനികളാണ്, അവരുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞു. മാത്രമല്ല മറ്റൊരു രൂപത്തിലും ഇങ്ങനെയുള്ള നഷ്ടം സംഭവിക്കാം. അതായത് ഈ മദീനയിലുള്ള സ്വഹാബിമാരുടെ കൂടെയുള്ള ചില ഭാര്യമാർ, അവരൊരു പക്ഷേ ഇസ്ലാം മതം ഉപേക്ഷിച്ച് മക്കയിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ, മക്കയിലേക്ക് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അവരും ഇവർക്ക് നഷ്ടമായി. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു സത്യവിശ്വാസികളായ പുരുഷന്മാരുടെ ഭാര്യമാരിൽ നിന്ന് നഷ്ടം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ അവർ മക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരാതിരിക്കുക, അവരിപ്പോഴും അവിശ്വാസിനികളായി അവിടെ തന്നെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ഈ മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇവരുടെ ഭാര്യമാർ ചിലർ ഇസ്ലാം മതം ഉപേക്ഷിച്ച് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവുക, അപ്പോഴും അവർ നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെടുകയാണെങ്കിൽ ഫഅഖബത്തും, എന്നിട്ട് നിങ്ങൾ അനന്തര നടപടി സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഊഴം ലഭിച്ചാൽ. ഇവിടെ ഈ സംഗതി കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ് അള്ളാഹു ഇവിടെ പറഞ്ഞ കാര്യം? അതായത് തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ അവിശ്വാസികളായ രൂപത്തിൽ ആ ഒരു സ്വദേശത്ത് കഴിയുന്നുണ്ടെങ്കിൽ, ഈ മുസ്ലിങ്ങളുടെ ഭാര്യമാർ അവിശ്വാസികളായിക്കൊണ്ട് ഇപ്പോഴും ഇസ്ലാമിലേക്ക് വരാതെ ആ മക്കയിൽ തന്നെ ജീവിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ അവർക്ക് നൽകിയ മഹർ നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം. അതേപോലെ മക്കയിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് മുഅ്മിനത്തുകൾ, സത്യവിശ്വാസിനികൾ, സ്ത്രീകൾ, അവർ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ, അവരുടെ ഭർത്താക്കന്മാർ ഇപ്പോൾ മക്കയിലാണ്, അവർ അവിശ്വാസികളാണ്. ആ അവിശ്വാസികളായ ഭർത്താക്കന്മാർക്ക് ഇവർ ആ മഹർ തിരിച്ചു കൊടുക്കണം. അവർ നൽകിയ ആ ഒരു വിവാഹമൂല്യം തിരിച്ചു കൊടുക്കണം അവർക്ക്. അവർ അവിശ്വാസികളായ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും അവർക്ക് ആ മഹർ തിരിച്ചു കൊടുക്കണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സത്യവിശ്വാസികളായ പുരുഷന്മാർ, അവരുടെ ഭാര്യമാർ ഇപ്പോൾ മക്കയിലാണ് എങ്കിൽ, അവർ അവിശ്വാസിനികളാണ് എങ്കിൽ, അവരുടെ അടുത്ത് നിന്ന് മഹർ ഇവർക്ക് തിരിച്ച് വാങ്ങുകയും ചെയ്യാം. ഇത് കഴിഞ്ഞ ആയത്തിലൂടെ പറഞ്ഞു. പക്ഷേ അങ്ങനെ ആ അവിശ്വാസിനികളായ സ്ത്രീകൾ, മക്കയിലുള്ള അവിശ്വാസിനികളായ സ്ത്രീകൾ മഹർ തിരിച്ചു കൊടുക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലോ? സത്യവിശ്വാസിനികളായ സ്ത്രീകൾ അവരുടെ മഹർ അവരുടെ ഭർത്താക്കന്മാർ അവിശ്വാസികളാണെങ്കിലും തിരിച്ചു കൊടുക്കും. പക്ഷെ നേരെ ഇങ്ങോട്ട് കിട്ടാനുള്ളത്,
അതായത് അവിശ്വാസിനികളായി ഇപ്പോഴും മക്കയിൽ കഴിയുന്ന സ്ത്രീകളുടെ അടുത്തുനിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സഹാബിമാർക്ക് കിട്ടേണ്ട മഹർ, തിരിച്ചു കിട്ടേണ്ട മഹർ, അത് അവർ കൊടുക്കാൻ പലപ്പോഴും തയ്യാറല്ല. അപ്പോൾ എന്തു ചെയ്യും? അങ്ങനെയാണ് എങ്കിൽ ഫഅഖബ്തും, നിങ്ങൾക്ക് അനന്തര നടപടി സ്വീകരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അതിനുശേഷം പിന്നീട് മറ്റെന്തെങ്കിലും യുദ്ധമോ മറ്റോ ഒക്കെ വരികയാണെങ്കിൽ അതിൽ നിന്ന് സ്വത്തുക്കൾ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഊഴം ലഭിച്ചാൽ, ഊഴം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ നിന്ന് ഇങ്ങോട്ട് കിട്ടേണ്ട സ്വത്ത് കിട്ടാതെ വന്നാൽ, അതായത് മക്കയിലുള്ള സ്ത്രീകളുടെ അടുത്തുനിന്ന് കിട്ടേണ്ട മഹർ കിട്ടാതെ വന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കേണ്ട മഹർ കൊടുക്കാതിരിക്കുക. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കുന്ന സ്ത്രീകൾ, അവരുടെ ഭർത്താക്കന്മാർ ഇപ്പോൾ മക്കയിലാണ്. ആ മക്കയിലുള്ള അവിശ്വാസികളായ ഭർത്താക്കന്മാർക്ക് ഇവർ മഹർ തിരിച്ചു കൊടുക്കണമെന്നാണല്ലോ പറഞ്ഞത്. ആ തിരിച്ചു കൊടുക്കാതിരിക്കുക. എന്താ കാരണം? ഇങ്ങോട്ട് ഇവിടെയുള്ള പുരുഷന്മാർക്ക് കിട്ടേണ്ട മഹർ അവർ തരുന്നില്ല. അപ്പോൾ അങ്ങനെ തരുന്നില്ല എങ്കിൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കേണ്ടത് കൊടുക്കാതെ കയ്യിൽ വെക്കുക. എന്നിട്ട് ഇത് ഇവർക്ക് ആ കിട്ടേണ്ടതിന് പകരം ഇവർക്ക് കൊടുക്കുക, ഇവിടെയുള്ള പുരുഷന്മാർക്ക് അത് കൊടുക്കുക. അപ്പോൾ അത് തികയാതെ വന്നാലോ? ചിലപ്പോൾ അത് തികയാതെ വരും. ഈ ആണുങ്ങൾ, ഇവിടെയുള്ള പുരുഷന്മാർ ഇവർ കൊടുത്ത മഹർ ഒരുപാട് കൂടുതലാണ് വിചാരിക്കുക. അപ്പോൾ ആ സത്യവിശ്വാസിനികളായിക്കൊണ്ട് വന്ന ആളുകൾ, ആ സ്ത്രീകൾ, അവർ തിരിച്ചു കൊടുക്കേണ്ടതായ മഹർ കുറവുമാണ്. അതാണല്ലോ പിന്നെ ഈ പുരുഷന്മാർക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് എങ്കിൽ പിന്നെ ചെയ്യാനുള്ള മാർഗം, അവർക്ക് ആ ഒരു നഷ്ടം നികത്താൻ വേണ്ടി യുദ്ധമോ മറ്റോ ഒക്കെ വരുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഗനീമത്ത് സ്വത്തുക്കളും ആ സ്വത്തുക്കളിൽ നിന്ന് ഇവരുടെ നഷ്ടം നികത്താം. ഇവർക്ക് എത്രയാണോ ഇവർ ചിലവാക്കിയത്, മഹറായിട്ട് ചിലവാക്കിയിരുന്നത്, അത് ഇവർക്ക് കൊടുക്കാം. അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ഇവിടെ പറയുന്നത്. ഫഅഖബ്തും, എന്നിട്ട് നിങ്ങൾ അനന്തര നടപടി എടുത്താൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഊഴം ലഭിച്ചാൽ എന്ന് പറഞ്ഞാൽ പിന്നീടൊരു ഇവർക്ക് ഇതേപോലെ ഒരു ഊഴം ലഭിക്കും. കാരണം ആ മക്കയിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് സ്ത്രീകൾ മദീനയിലേക്ക് വരുമ്പോൾ ശരിക്കും അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ഭർത്താക്കന്മാർക്ക് മഹർ കൊടുക്കണം. ആ മഹർ കൊടുക്കാതെ അത് ഇവിടെ ഉള്ള ഈ പുരുഷന്മാർക്ക് വിതരണം ചെയ്യുക. എന്തേ കാരണം? ഇവർക്ക്, ഈ പുരുഷന്മാർക്ക് കിട്ടേണ്ട മഹർ മക്കയിലുള്ള സ്ത്രീകൾ കൊടുക്കുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഈ സത്യവിശ്വാസികളായി വന്ന ഈ സ്ത്രീകൾ അവരുടെ മഹർ മക്കയിലുള്ള അവിശ്വാസികൾക്ക് കൊടുക്കേണ്ടതിന് പകരം ഇവിടെ കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ആ നഷ്ടം നികത്താം. അതാണ് ഊഴം ലഭിച്ചു എങ്കിൽ എന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ അനന്തര നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും യുദ്ധമോ മറ്റൊക്കെ വരുന്ന സമയത്ത് കിട്ടുന്ന സ്വത്തുക്കളിൽ നിന്ന് ഇതിന് എത്രയാണോ ഇവർക്ക് നഷ്ടം വന്നത് അത് നികത്തി കൊടുക്കുക. ഫആത്തുൽ ലസീന ദഹബത് അസ്വാജുഹും മിസ്ല മാ അൻഫഖു. ഫആത്തു, നിങ്ങൾ നൽകുക, അല്ലസീന ദഹബത് അസ്വാജുഹും, ഭാര്യമാർ പോയവരായ ആ അത്തരം ആളുകൾക്ക് നിങ്ങൾ നൽകുക, മിസ്ല മാ അൻഫഖു, അവർ ചിലവഴിച്ചതുപോലെ. എന്താണോ അവർ ചിലവഴിച്ചത് അതുപോലെയുള്ളത് അവർക്ക് തിരിച്ചു നൽകുക എന്നർത്ഥം. അപ്പോൾ ഈ സ്വഹാബിമാർക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള മുഹാജിറുകളായ ഈ സ്വഹാബിമാർക്ക് അവരുടെ ഭാര്യമാർ മക്കയിലാണെങ്കിൽ അവർ കൊടുക്കേണ്ട മഹർ കിട്ടിയിട്ടില്ല എങ്കിൽ അത് ഇസ്ലാമിക ഗവൺമെൻറ് അത് നികത്തി കൊടുക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഇസ്ലാമിക ഭരണകൂടം അതിന് പരിഹാരം കാണണം, അവർക്ക് അത് നികത്തി കൊടുക്കണം. എന്നിട്ട് ഇവിടെ അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട്, വത്തഖുല്ലാഹല്ലസീ അൻതും ബിഹി മുഅ്മിനൂൻ. നിങ്ങൾ വിശ്വസിക്കുന്ന ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലതും ശ്രദ്ധിക്കാനുണ്ട്. ആ രൂപത്തിൽ സ്വത്ത് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് അർഹതപ്പെടാത്തത് നമ്മൾ വാങ്ങാൻ പാടില്ല. ഞാൻ ഇത്രയൊന്നുമല്ല കൊടുത്തത്, ഞാൻ ഇതിനേക്കാൾ ഒരുപാട് കൊടുത്തിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇത്ര വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാത്തത് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. മാത്രമല്ല ഈ യുദ്ധമൊക്കെ നടന്നതിന് ശേഷമുള്ള ഗനീമത്ത് സ്വത്ത് അതൊക്കെ ആ യോദ്ധാക്കൾക്കുള്ളതാണ്. അപ്പോൾ അവരും അവിടെ വിട്ടുവീഴ്ച ചെയ്യണം. കാരണം ഇത് അള്ളാഹുവിൻ്റെ നിയമമാണ്. അതിൽ നിന്ന് ഈ തരത്തിൽ ആളുകൾക്ക് മഹർ ചിലവാക്കിയ ആളുകൾക്ക് അത് നികത്തി കൊടുക്കാം. അപ്പോൾ അവരും ആ രൂപത്തിൽ വിട്ടുവീഴ്ച ചെയ്യണം. അവിടേക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിലാണ് അതിനൊക്കെയുള്ള മനസ്സ് വരിക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനെ സൂക്ഷിക്കണം. നമ്മുടെ മനസ്സിലുണ്ടാവണം, ഞാൻ ഈ ചെയ്യുന്നത് ന്യായമായ കാര്യമാണ്, ഞാൻ അനർഹമായിട്ടൊന്നും നേടുന്നില്ല എന്ന് കൃത്യമായിട്ട് അവരുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഇവിടെ നിന്ന് ചിലപ്പോൾ ചില ആളുകളുടെ, ഈ സ്വഹാബിമാരുടെ ഭാര്യമാർ
അവർ സത്യവിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിലേക്ക് പോവുകയാണ് എങ്കിൽ അങ്ങനെ പോകുന്ന ആ സ്ത്രീകളും ഇവിടെ ഇവർക്ക് മഹർ കൊടുത്തിട്ട് വേണം പോവാൻ. പക്ഷെ അവരത് കൊടുക്കൂല. അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോഴും ഇവർക്ക് നഷ്ടമാണ്. അത്തരം ആളുകൾക്ക് അവർ ചെലവാക്കിയ സമ്പത്ത് അത് അവർക്ക് തിരിച്ച് കിട്ടണം, അല്ലെങ്കിൽ അത് ഇസ്ലാമിക ഗവൺമെൻറ് അവർക്ക് നേടിക്കൊടുക്കണം, അവർക്ക് നികത്തി കൊടുക്കണം എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർക്ക് ഈ ഒരു ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഷെയ്ഉൻ എന്നുള്ള പദപ്രയോഗവുമായിട്ടൊരു അഭിപ്രായമുണ്ട്. അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത് ബഅ്ള് എന്നല്ല. ബഅ്ള് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ, ചില വ്യക്തികൾ എന്നാണ്. അപ്പോൾ ബഅ്ളും മിൻ അസ്വാജിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ചിലർ എന്നർത്ഥം കൊടുക്കാം. ഇവിടെ ഷെയ്ഉൻ എന്നാണ് വന്നത്. ഷെയ് എന്ന് പറഞ്ഞാൽ വല്ലതും, വല്ല വസ്തുവും എന്നൊക്കെ അർത്ഥത്തിലാണ് ഉപയോഗിക്കുക സാധാരണഗതിയിൽ. ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ബഅ്ള് എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ആ ഒരു സത്യവിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിലേക്ക് മടങ്ങിപ്പോകുന്ന സ്ത്രീകളെ, അതേപോലെ തന്നെ മക്കയിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിച്ച് ഇങ്ങോട്ട് വരാതെ ഇപ്പോഴും അവിശ്വാസിനിയായിക്കൊണ്ട് മക്കയിൽ തന്നെ കഴിയുന്ന സ്ത്രീകളെയൊക്കെ ഷെയ്ഉൻ, വല്ലത് എന്നുള്ള രൂപത്തിൽ ഒരു അത്രയധികം മൂല്യം കൊടുക്കാതെ, വില കൊടുക്കാത്ത രൂപത്തിലുള്ളൊരു പദപ്രയോഗമാണ് അവിടെ ഉപയോഗിച്ചത്. ബഅ്ള് എന്ന് പറയുമ്പോൾ ചിലർ എന്ന് കുറച്ചൊരു അവർക്കൊരു അഭിമാനമുണ്ടാക്കുന്ന വർത്താനാണ്. ഇത് പറഞ്ഞാൽ ഷെയ്ഖ് അത്ര വലിയൊരു വിലയൊന്നും കൊടുക്കാത്തൊരു വർത്തമാനമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പദപ്രയോഗമാണ് ഉപയോഗിച്ചത് എന്ന് ചില പണ്ഡിതന്മാർ, ഭാഷാ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വഇൻ ഫാത്തക്കും, ഫാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ വഇൻ ഫാത്തക്കും, നൂനിനെ വെളിവാക്കൂല. ഷെയ്ഉൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീൻ ഉണ്ട്, അതിനുശേഷം വന്ന അക്ഷരം മീമാണ്. മീമിൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. ഷെയ്ഉം മിൻ. മിൻ അസ്വാജിക്കും, അവിടെ ഹംസയുടെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, ഇൽഹാറാണ് നിയമം, വെളിവാക്കി പറയണം. എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. മിൻ അസ്വാജിക്കും. ഇലൽ കുഫാരി, അവിടെ റാഇന് കസ്റാണ്, അപ്പോൾ രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. ഫഅഖബ്തും, അഖബ് ബ് എന്നുള്ളിടത്ത് സുക്കൂനുള്ള ബാ വന്നു. അത് കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂന് കിട്ടിക്കഴിഞ്ഞാൽ ഗൗരവത്തിൽ പറയണം, എടുത്ത് പറയണം, അല്ലെങ്കിൽ വെളിവാക്കി പറയണം. ആഖബ്തു എന്ന് പറഞ്ഞാൽ പോരാ, ആഖബ്തും, ബ് എന്നുള്ളത് പുറത്തേക്ക് കേൾക്കണം. ഫആത്തുല്ലസീന സഹബത് അസ്വാജുഹും മിസ്ല. അസ്വാജുഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ്, പിന്നീട് വരുന്നത് മിസ്ല എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹർക്കത്തുള്ള മീമ്. അപ്പോൾ രണ്ട് മീമുകൾ അടുത്തടുത്ത് വന്നു, അതിൽ ആദ്യത്തെ മീമിന് സുക്കൂനാണ്. അങ്ങനെ വരുമ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഷദ്ദോടുകൂടി ഒറ്റ മീമാക്കിയിട്ട് മണിച്ച് പറഞ്ഞാൽ മതി. അസ്വാജുഹും മിസ്ല, അതുകൊണ്ടാണ് ആ രണ്ടാമത്തെ മീമിന് ഷദ്ദ് കൊടുത്തത്. മിസ്ല മാ അംഫഖു, അവിടെ മാ എന്നൊരു നീട്ടൽ, പിന്നെ അതിന് ശേഷം വരുന്ന അക്ഷരം അംഫഖു എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ഹംസയാണ്. ഹംസയുടെ മുമ്പ് മദ് വന്നാൽ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. അത് വ്യത്യസ്ത പദങ്ങളിലാണെങ്കിൽ. ഒരേ പദത്തിലാണെന്നുണ്ടെങ്കിൽ നിർബന്ധമാണ്. ഇവിടെ വ്യത്യസ്ത പദം, മാ എന്നുള്ളതൊരു പദം, അംഫക്കു വേറെ പദം. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, വ്യത്യസ്ത പദങ്ങളിലാണ്. 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മാ അംഫക്കു. അംഫക്കു, ഫാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അംഫക്കു എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. വത്തഖുല്ലാഹല്ലസീ, അവിടെ വത്തഖു എന്നുള്ളിടത്ത് ശരിക്കും വത്തഖു എന്ന് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടാനുണ്ട്. ഒരു വാവ് കണ്ടില്ലേ, വത്തഖു എന്നാണ്. പക്ഷേ അവിടെ വത്തഖു അള്ളാഹ എന്നല്ല ഓതുക, ആ നീട്ടൽ നഷ്ടപ്പെടും. എന്താ കാരണം? മദ്ദിന് ശേഷം ഹംസത്തു വസ്ൽ കണ്ടാൽ അള്ളാഹു എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ളത് ഹംസത്തു വസ്ലാണ്. അപ്പോൾ വത്തഖു എന്ന് നീട്ടലുണ്ട്, അതിന് ശേഷം ഹംസത്തു വസ്ലും വന്നു. നീട്ടലിന് ശേഷം ഹംസത്തു വസ്ൽ വന്നാൽ ആ നീട്ടൽ നഷ്ടപ്പെടും. അപ്പോൾ വത്തഖു എന്നുള്ളതിൻ്റെ നീട്ടൽ നഷ്ടപ്പെട്ടു, വത്തഖു എന്നായി. വത്തഖുല്ലാഹ. അല്ലസീ എന്നുള്ളിടത്തൊരു നീട്ടൽ കാണാം, അല്ലസീ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ. അതിന് ശേഷം വരുന്ന അക്ഷരം ഹംസയാണ്. നേരത്തെ പറഞ്ഞ പോലെ നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു, വ്യത്യസ്ത പദങ്ങളിലാണ്. അപ്പോൾ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. അല്ലസീ അന്തും. അന്തും എന്നുള്ളിടത്ത് തഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ അന്തും. അന്തും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു സുക്കൂനിലെ മീമുണ്ട്, അതിനുശേഷം ബ ആണ്. ബാഇൻ്റെ മുമ്പ് സുക്കൂനിലെ മീമ് വന്നാൽ അവിടെ മണിക്കണം. അന്തും ബിഹി. ബിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു ഹാ ഉൽ ലമീർ ഉണ്ട്,
ആ ഹാ ഉൽ അമീറിൻ്റെ ഹാ ഉൽ അമീർ എന്ന് പറഞ്ഞാൽ പ്രോനൗണായിട്ട് സർവനാമമായിട്ട് വരുന്ന ഹാ, അവൻ്റെ, അവൻ എന്നുള്ളൊക്കെ രൂപത്തിൽ വരൂലേ, ആ രൂപത്തിൽ വരുന്ന ഹാ, അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടെങ്കിൽ ആ ഹാഇനെ ഒരു 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടണം. ഇവിടെ ഹി എന്നാണ് വന്നത്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ബ ആണ്, അതിന് ഹർക്കത്തുണ്ട്, ബി എന്ന് കസ്റാണ് കൊടുത്തിരിക്കുന്നത്. ശേഷം വന്ന അക്ഷരം ഹി എന്നുള്ളതിൻ്റെ ശേഷം വന്നത് മുഅ്മിനൂൻ എന്നുള്ളതിൻ്റെ മീമാണ്, അതിനും ഹർക്കത്തുണ്ട്, ലമ്മാണ്. അപ്പോൾ ഹി എന്നുള്ള ഹാ ഉൽ അമീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് അതിനെ, ആ ഹി എന്നുള്ളതിനെ 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. ഹി എന്നാവുമ്പോൾ നീട്ടാൻ വേണ്ടി ഒരു യാഇൻ്റെ കഷ്ണമാണ് അവിടെ കാണിക്കുക, അതവിടെ ആ അടയാളം കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഹി എന്ന് ഒരു 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക, ബിഹി. മുഅ്മിനൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള നൂന് സുക്കൂനിട്ടിട്ട് നിർത്തുക. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആ നൂ എന്ന നീട്ടൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിലാണ്. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇൻ ഫാതകും ശൈഉം മിൻ അസ്വാജികും ഇലൽ കുഫാരി ഫആഖബ്തും ഫആതുൽ ലസീന സഹബത് അസ്വാജുഹും മിസ്ല മാ അൻഫഖൂ വത്തഖുല്ലാഹല്ലസീ അൻതും ബിഹി മുഅ്മിനൂൻ. ഇനി ഈ ഒരു ആയത്തിൽ വന്ന ഗ്രാമർ നോക്കുകയാണെങ്കിൽ വഇൻ ഫാത്തക്കും, ഫാത്തക്കും എന്നുള്ള ആ ഒരു പദം എടുക്കുകയാണെങ്കിൽ ഫാത്ത നഷ്ടപ്പെട്ടു. എന്താണ് നഷ്ടപ്പെട്ടത്? ഷെയ് ഉൻ, വല്ലവരും അല്ലെങ്കിൽ വല്ലതും. അപ്പോൾ ആ വല്ലവരും എന്നുള്ള ഷെയ് ഉൻ എന്നുള്ളത് സബ്ജക്റ്റാണ്, ഫായിലാണ്, കർത്താവാണ്. അതുകൊണ്ടാണ് ഷെയ് ഉൻ അതിന് റഫ് കിട്ടിയത്. ഇനി ആർക്ക്? കും, നിങ്ങൾക്ക്, അത് ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ മഫൂലും ബിഹിയാണ്, അല്ലെങ്കിൽ കർമാണ്. അപ്പോൾ കും എന്നുള്ളത് മഫൂലും ബിഹിയാണ്. മഫൂലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും, പക്ഷേ കും എന്നുള്ളത് മബ്നിയായൊരു പദമാണ്, അതിന് പ്രത്യേകിച്ച് നെസ്ബിൻ്റെ അടയാളങ്ങൾ വേറെ രൂപത്തിൽ ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. മിൻ അസ്വാജിക്കും എന്നുള്ളിടത്ത് അസ്വാജ് എന്നുള്ളതിൻ്റെ മുമ്പിൽ മിൻ വന്നപ്പോൾ അസ്വാജി എന്നായി. കാരണം മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. ഹർഫ് ജറ് വന്നാൽ ആ ഹർഫ് ജറിന് ശേഷമുള്ള ഇസ്മിന് ജറ് കിട്ടും. സാധാരണഗതിയിൽ കസ്ർ കൊണ്ട് അല്ലെങ്കിൽ കസ്ർ തൻവീനുണ്ട്. അതുകൊണ്ടാണ് അസ്വാജി എന്നെഴുതിയത്. അതേപോലെ തന്നെയാണ് ഇല, ഇലയും ഹർഫ് ജറാണ്. ഇലൽ കുഫാരി, ആ കുഫാർ എന്നുള്ള പദത്തിന് ജറ് കിട്ടി ഇല വന്നതുകൊണ്ട്. ഫഅഖബ്തും ഫആത്തുൽ ലസീന സഹബത് അസ്വാജുഹും. സഹബ എന്നുള്ളതിന് പകരം സഹബത്ത് എന്ന് ഉപയോഗിക്കാൻ കാരണം അതിന് ശേഷം വന്നത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്. അപ്പോൾ സഹബ വലതുൻ എന്ന് പറയും, എന്നാൽ സഹബ ബിന്തുൻ എന്ന് പറയില്ല, സഹബത്ത് ബിന്തുൻ എന്നാണ് പറയാം. അപ്പോൾ സ്ത്രീലിംഗ പദം വന്നതുകൊണ്ടാണ് സഹബത്ത് ഉപയോഗിച്ചത്. മിസ്ല, ഈ മിസ്ല എന്നുള്ളത് ശരിക്ക് ആ ആത്തു എന്നുള്ളതിൻ്റെ ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ മഫൂലും ബിഹിയാണ്. ഫ ആത്തു എന്നാൽ നിങ്ങൾ നൽകുക. എന്താണ് നൽകേണ്ടത്? മിസ്ല, ഇനി പറയുന്നത് പോലെയുള്ളത്. അപ്പോൾ ആ പോലെ എന്നുള്ള ആ പദം ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ്, ഒബ്ജക്റ്റാണ്, മഫൂലും ബിഹിയാണ്. അതുകൊണ്ടാണ് മിസ്ല എന്ന് നെസ്ബുള്ള രൂപത്തിൽ എഴുതിയത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.